പ്രിയ കുട്ടികളെ, നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ 1-2 തവണ കാണണം. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുക. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന പാഠഭാഗത്തിലെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15 കുറച്ച് പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, രണ്ട് ട്രയാങ്കിൾസ് ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന മെഷർമെന്റ്സ് നോക്കാം. ഇവിടെ ഒരു 7 സെന്റിമീറ്റർ ഫസ്റ്റ് ട്രയാങ്കിള്, രണ്ടാമത്തെ ട്രയാങ്കിളിന് 7 സെന്റിമീറ്റർ ഉണ്ട്. എക്സ് ഉണ്ടോ? എക്സ്. 3 സെന്റിമീറ്റർ ഒരു സൈഡ്, രണ്ടാമത്തെ ട്രയാങ്കിൾ 3 സെന്റിമീറ്റർ ഒരു സൈഡ് ഉണ്ട്. രണ്ട് സൈഡ്സുകൾ തമ്മിൽ ചേരുന്നിടത്താണ് 40 ഡിഗ്രി. ഇവിടെയും ആ രണ്ട് സൈഡ്സുകൾ തമ്മിൽ ചേരുന്നിടത്ത് 40 ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഏത് തിയറമാണ്? സൈഡ് ആംഗിൾ സൈഡ്. ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമുക്ക് ആംഗിൾസിന്റെ പേരെഴുതാം. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. ഇനി ഓരോ ആംഗിൾസ് ഏതിനോട് ഈക്വൽ ആണെന്ന് നോക്കാം. ആംഗിൾ എ ഇസ് 40 ഡിഗ്രി. ഇൻ സെക്കൻഡ് ഫിഗറിൽ ആംഗിൾ ക്യൂ ആണ് 40 ഡിഗ്രി. ഇറ്റ് ഈസ് ഗിവൺ. ദെയർഫോർ ആംഗിൾ ക്യൂ. ആംഗിൾ ബി നോക്കാം. ആംഗിൾ ബി ഏത് സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ്? ഓക്കെ, 7 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ്. ഇവിടെ 7 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ഏത് ആംഗിളാണ്? ആംഗിൾ ആർ ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ആർ. നൗ സി. സി ഏത് സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ്? 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് സി കിടക്കുന്നത്. രണ്ടാമത്തെ ഫിഗറിലും 3 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നോക്കണം. പി. ദെയർഫോർ ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി. Second question, triangle L M N and triangle X Y Z. ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. തന്നിരിക്കുന്ന മെഷർമെന്റ് 4 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ഹിയർ ഓൾസോ 4 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. 4 സെന്റിമീറ്ററിനും 6 സെന്റിമീറ്ററിനും ചേരുന്നിടത്താണ് 50 ഡിഗ്രി. ഇവിടെയും 4ഉം 6ഉം ചേരുന്നിടത്താണ് 50 ഡിഗ്രി. Therefore these two triangles are equal. ഏത് തിയറം വെച്ചാണ് ഈക്വൽ ആയിരിക്കുന്നത്? തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ എസ് എ എസ് തിയറമാണ്. അപ്പം ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ 3 സൈഡ്സും ഈക്വൽ ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആണ്. ഇവിടെ മൂന്നാമത്തെ സൈഡ് തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ എക്സ് എന്ന് വിളിക്കാം. എം എൻ ഫിസിക്കൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് വൈയും എക്സ് ആയിരിക്കും. ആംഗിൾ എൽ ആൻഡ് ആംഗിൾ എം, ആംഗിൾ എൻ. ഇനി ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആംഗിൾ എൽ 50 ഡിഗ്രിയാണ്, അവിടെ ഇസഡ് ആണ് 50 ഡിഗ്രി. ഇറ്റ് ഈസ് ഗിവൺ. സോ ആംഗിൾ എൽ ഈസ് ഈക്വൽ ടു ആംഗിൾ സെഡ്. ഇനി ആംഗിൾ എം. എം എന്ന് പറയുന്നത് ഏത് സൈഡിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് നോക്കി? 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ്. 4 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ഇവിടെ ഏത് ആംഗിളാണ്? ആംഗിൾ വൈ ആണ്. ദെയർഫോർ ആംഗിൾ എം ഈസ് ഈക്വൽ ടു ആംഗിൾ വൈ. ഇനി ആംഗിൾ എൻ. എൻ ഏത് സൈഡിന്റെ ഓപ്പോസിറ്റ് ആണ്? 6 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ 6 സെന്റിമീറ്റർ ഓപ്പോസിറ്റ് ഏതാണ്? ആംഗിൾ എക്സ് ആണ്. Therefore angle n is equal to angle x. Next question. In the figure below, AC and BE are parallel lines. AC 6 സെന്റിമീറ്റർ ഈ ലൈനും BE എന്ന് പറയുന്ന ഈ 6 സെന്റിമീറ്റർ ലൈനും പാരലൽ ലൈൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ ലെങ്ത്സ് ഓഫ് BC and DE ഈക്വൽ? ഈ ബി സിയുടെ നീളവും ഡി ഇയുടെ നീളവും ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ബി സിയും ഡിഇയും ഉൾപ്പെടുന്ന രണ്ട് ട്രയാങ്കിൾസ് നമുക്കുണ്ട്. ട്രയാങ്കിൾ എ ബി സിയും രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ ഡി ബി ഇയും. ട്രയാങ്കിൾ ഡി ബി ഇ. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് സൈഡ് ഈക്വൽ ആണ്. മൂന്നാമത്തെ സൈഡ് ഈക്വൽ ആണോ എന്നറിയാൻ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യും. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എ സിയും ബി ഇയും പാരലൽ ലൈൻസ് ആണെന്നാണ് അല്ലേ? നമുക്ക് ആ പാരലൽ ലൈൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ ഈ പാരലൽ ലൈൻസിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇനി അതിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനും അതുകൂടെ വരയ്ക്കാം. പാരലൽ ലൈൻസ് ട്രാൻസ്വേഴ്സിലെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കുക, ഈ ആംഗിളും
ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾസിൻ്റെ പേരുണ്ട്. ദേ ആർ കോൾഡ് കറസ്പോണ്ടിങ് ആംഗിൾസ്. 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ചേരുന്നിടത്തുണ്ടാകുന്ന ആംഗിൾ, ഇവിടെ 6 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ചേരുന്നിടത്തുണ്ടാകുന്ന ആംഗിൾ അല്ലേ, അവ ഈക്വൽ ആയതുകൊണ്ട് ദീസ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഏത് തിയറം വെച്ചാണ്? സൈഡ് ആംഗിൾ സൈഡ്. എന്താണ് ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത? എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ഈ BC എന്ന് പറയുന്ന സൈഡും DE എന്ന് പറയുന്ന സൈഡും ഈക്വൽ ആയിരിക്കും. therefore BC equal to DE. Okay, next question. Are BC and DE parallel? ഇനി ഈ BCയും DEയും പാരലൽ ആണോ? നമുക്ക് ആ രണ്ട് ലൈൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവയുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ ഇൻറ്റീരിയർ ആംഗിൾസ് 180 ആയിരിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഇവിടെ ഈ B എന്ന് പറയുന്ന ആംഗിളും D എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതിയല്ലോ. ആ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എങ്കിൽ എന്ത് നമുക്ക് പറയാം? ആ രണ്ട് വരകൾ പാരലൽ ലൈൻസ് ആണെന്ന് പറയാം. ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണല്ലോ. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഈ ആംഗിള് ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് കിടക്കുന്നത്. ഇവിടെയും 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. therefore ആംഗിൾ B ഈക്വൽ ടു ആംഗിൾ D എന്ന് പറയാം. അപ്പോൾ ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് അവ പിന്നീട് നമുക്ക് എന്ത് പറയാം? BC പാരലൽ. ഇതുപോലെ രണ്ട് ലൈൻ വരച്ചാൽ പാരലൽ എന്നാണ് അർത്ഥം കേട്ടോ. BC പാരലൽ DE എന്ന് പറയാം. The next question is ACBD in the figure a parallelogram? Why? തന്നിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററാണ്, അത് പാരലോഗ്രാം ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് എ പാരലോഗ്രാം? ഒരു റെക്ടാങ്കിൾ ലേശം ചെരിച്ച് വെച്ചാൽ കിട്ടുന്നതാണ് പാരലോഗ്രാം. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. 2 ഓപ്പോസിറ്റ് പെയർ ഓഫ് സൈഡ്സ് ഉണ്ട്, അവരുടെ ഈക്വൽ ആയിരിക്കും. ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ദീസ് 2 ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സും ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് തെളിയിച്ചാൽ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ പാരലോഗ്രാം ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ABD എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിൾസ് കൂടുതലാണ് നമ്മുടെ ക്വാഡ്രിലാറ്ററൽ. ആ ട്രയാങ്കിൾസ് നമുക്കൊന്ന് എഴുതാം. ട്രയാങ്കിൾ ABC ആൻഡ് ദ ട്രയാങ്കിൾ ABD. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് നോക്കണം, എങ്കിലേ ഇതിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആണോ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈ 6 സെൻറ്റിമീറ്റർ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഒരു 6 സെൻറ്റിമീറ്റർ ഉണ്ട്. therefore one side is equal. AC equal to BD എന്ന് നമുക്ക് പറയാം അല്ലേ, അതൊരു സൈഡാണ്. ഇനി ഏതെങ്കിലും സൈഡ്സ് ഈക്വൽ ഉണ്ടോ? ഓക്കെ, വാട്ട് അബൌട്ട് ദിസ് AB? AB എന്ന് പറയുന്നത് രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയിട്ടുള്ള സൈഡാണ് അല്ലേ. therefore they are also equal. one more side is equal. കോമൺ സൈഡ്സ് എപ്പോഴും ഈക്വൽ ആണ്. ഇനി നോക്കുക, ഈ കോമൺ സൈഡും 6 സെൻറ്റിമീറ്ററും ചേരുന്നിടത്ത് ഒരു 35 ഡിഗ്രി ആംഗിൾ. രണ്ടാമത്തെ ട്രയാങ്കിളും 6 സെൻറ്റിമീറ്ററും കോമൺ സൈഡും ചേരുന്നിടത്ത് 35 ഡിഗ്രി ആംഗിൾ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് ഏത് ആംഗിളാണ് നമുക്കൊന്ന് എഴുതാം. CAB ഈക്വൽ ടു ആംഗിൾ DBA. ഇവിടെ നമ്മൾ 3 ലെറ്റേഴ്സാണ് ആംഗിൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ ആംഗിൾ A എന്ന് മാത്രം എഴുതിയാൽ ഈ വലിയൊരു ആംഗിളാണ് നമ്മൾ ഡിനോട്ട് ചെയ്യപ്പെടുക. ആംഗിൾ B എന്ന് പറഞ്ഞാൽ ഈ വലിയൊരു ആംഗിളാണ് ഡിനോട്ട് ചെയ്യപ്പെടുക. സോ നമുക്ക് ഈ ചെറിയ ആംഗിളാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ 3 ലെറ്റർ ഉപയോഗിക്കുന്നു. 3 ലെറ്റേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ 3 ലെറ്റേഴ്സിൻ്റെ മിഡ് ടേം ആയിരിക്കണം. അത് ഇവിടെ A ആണ് നടുക്ക് വന്നിരിക്കുന്നത്. ആ വെർട്ടെക്സിലായിരിക്കണം ആംഗിൾ ഉണ്ടാകുന്നത്. ഇവിടെ 3 ലെറ്റർ DBA ആണ് എഴുതിയിരിക്കുന്നത്. മിഡിൽ വന്നിരിക്കുന്ന ലെറ്റർ B ആണ്. ഇവിടെ ആ ബിയിലായിരിക്കണം ആംഗിൾ ഉണ്ടാകേണ്ടത്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഈ ആംഗിളും ഈക്വൽ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഇറ്റ്സ് ആൻ ആംഗിൾ. അപ്പം രണ്ട് സൈഡും ഒരു ആംഗിളും. സോ വാട്ട് ഇസ് ദ തിയറം? SAS.
ഈ തിയറം വെച്ച് ഈ രണ്ട് ട്രയാങ്കിൾസും എന്താണ് നമുക്ക് പറയാം, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് നമുക്ക് പറയാം. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈക്വൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പം അവിടെ എക്സ് എന്ന് വിളിക്കാം, ഇവിടെ എക്സ് ആയിരിക്കും. അപ്പം എന്തായി, എ ഡി എന്ന് പറയുന്നത് ഏതിനോട് ഈക്വലായി, ബി സിയോട് ഈക്വലായി. എ സി ഈക്വൽ ടു ഡി ബി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. സോ ദീസ് ടു ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നത് ഇല്ലേ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്നാ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം എന്നാണ്. നോക്കാം. ആംഗിൾ ഡി, ഈ കോമൺ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ആംഗിൾ ഡി കിടക്കുന്നത്, ആ കോമൺ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ആംഗിൾ സി കിടക്കുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ ഡി ഏതിനോട് ഈക്വൽ ആയിരിക്കും, ആംഗിൾ സിയോട് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഈ സെക്കൻഡ് പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഈ വലിയ ആംഗിളാണ്, എ എന്ന് പറയുന്ന വലിയ ആംഗിൾ. ആ ആംഗിൾ എത്ര ഡിഗ്രിയാന്ന് നോക്കാം. നമുക്ക് എ എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് എ എന്ന് എഴുതി, നമ്മൾ എഴുതി. അപ്പോൾ ആ വലിയ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും, 35 പ്ലസ് എ ആയിരിക്കും. ഇനി ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ആംഗിളോ 35 പ്ലസ് എ തന്നെയായിരിക്കും ഇല്ലേ. അപ്പം രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ. അപ്പം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. Therefore നമുക്ക് എന്ത് പറയാം, ACBD is a parallelogram. In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. B എന്ന് പറയുന്ന ആംഗിളും സി എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ എം എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിന്റ് ആണ്, അതുകൊണ്ട് എ എമ്മും ബി എമ്മും ഈക്വൽ ആയിരിക്കും. അവിടെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു വയ്ക്കാം. എ എം ഈസിക്കൽ ടു ബി എം. ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസിൻ്റെ പേരെഴുതാം, എ എം സിയും ആൻഡ് ട്രയാങ്കിൾ ബി എം സി. ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ സി എം എന്ന് പറയുന്ന സൈഡ് ഒന്ന് നോക്കിക്കേ. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കോമൺ സൈഡാണ് സി എം. അപ്പം നമ്മൾ നേരത്തെ കണ്ടതുപോലെ സി എം ഈസ് ഈക്വൽ ടു സി എം, കോമൺ സൈഡാണ്. അപ്പോൾ രണ്ട് സൈഡ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ട് സൈഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുകൂടെ വേണം, ഒരു ആംഗിളൂടെ വേണം. അതെവിടെയായിരിക്കണം, ആ രണ്ട് സൈഡ്സ് ചേരുന്നിടത്തായിരിക്കണം ആംഗിൾ. ഇവിടെ ഈ 90 ഡിഗ്രി നോക്കുക, ഇതൊരു പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഈ റൈറ്റ് സൈഡിലുള്ള ആംഗിളും എത്ര തന്നെയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ എം സി ഇസിക്കൽ ടു, രണ്ടാമത്തെ ആംഗിൾ എങ്ങനെ എഴുതാം, 3 ലെറ്റർ ഉപയോഗിച്ച്, ബി എം സി. ആംഗിൾ ബി എം സി ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്, 90 ഡിഗ്രി. ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അത് ചേരുന്ന ആംഗിളും ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡും അത് ചേരുന്ന ആംഗിളും ഈക്വൽ ആണ്. Therefore we can say triangle AMC equal to triangle BMC. ഇനി ഇതല്ലാതെ മറ്റൊരു തരത്തിൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത് ഏത് തിയറം വെച്ചാണ്, എസ് തിയറം വെച്ച്. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. ഈ 50 ഡിഗ്രി ആംഗിൾ കിടക്കുന്നത് ഏത് സൈഡിന് ഓപ്പോസിറ്റാണ്, ആ കോമൺ സൈഡിൻ്റെ ഓപ്പോസിറ്റാണ് ആ 50 ഡിഗ്രി കിടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ കോമൺ സൈഡിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കണം, അത് 50 ഡിഗ്രി ആയിരിക്കണം. സോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ സി എന്ന് പറയുന്ന ആംഗിളാണ്. ഈ സി എന്ന് പറയുന്ന ആംഗിൾ രണ്ട് ചെറിയ ആംഗിളാണ്. ഈ ആദ്യത്തെ ട്രയാങ്കിളിനകത്തെ ആ സി എന്ന് പറയുന്ന ആ ചെറിയ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാം. ഇൻ ട്രയാങ്കിൾ എ എം സി, ഈ ചെറിയ ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മറ്റ് രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടി നോക്കാം. 90 പ്ലസ് 50 ദാറ്റ് ഈസ് 140. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, 180 ദാറ്റ് ഈസ് ദ ടോട്ടൽ ആംഗിളിൽ നിന്ന് 140 സബ്ട്രാക്ട് ചെയ്യുക, ദാറ്റ് ഈസ് 40. സോ
ദി സ്മോൾ ആംഗിൾ ഈസ് 40 ഡിഗ്രി. അത് ഏത് സൈഡിന് ഓപ്പോസിറ്റ്? എക്സിന് ഓപ്പോസിറ്റ്. അപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സിൻ്റെ ഓപ്പോസിറ്റ് എത്ര ഡിഗ്രി ആയിരിക്കണം? 40 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ സി? യെസ്, ദാറ്റ് ഈസ് 40 പ്ലസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. ഇങ്ങനെ നമുക്ക് ട്രയാങ്കിൾ എ ബി സിയുടെ 3 ആംഗിൾസും കിട്ടിക്കഴിഞ്ഞു.